ടാലൻറ്റ് ഹണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസിലെ 6th ചാപ്റ്റർ ആയിട്ടുള്ള പീപ്പിൾ ബൈ ദി പീപ്പിൾ, ജനങ്ങൾ ജനങ്ങളാൽ. ഈ ഒരു പാഠം നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ വിശദമായിട്ട് പഠിക്കാനാണ് പോകുന്നത്. ഈ പാഠത്തിൽ നിന്നുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഈ പാഠം തുടങ്ങുമ്പോൾ തന്നെ നമുക്കൊരു പത്രവാർത്തയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഹീറ്റഡ് ഡിസ്കഷൻ ഓൺ ഡെവലപ്മെൻറ്റ്, സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി പാർലമെൻറ്റ് പ്രൊവൈഡ്സ് എ നോവൽ എക്സ്പീരിയൻസ്. ചൂടേറിയ വികസന ചർച്ച, നവ്യാനുഭവമായി വിദ്യാർത്ഥി സൗഹൃദ പാർലമെൻറ്റ്. നമുക്കിവിടെ ഒരു വിദ്യാർത്ഥികൾ ഇരിക്കുന്ന ഒരു പാർലമെൻറ്റാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അവരൊരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്ന ന്യൂസ് പേപ്പർ നമുക്കൊന്ന് വായിച്ചു നോക്കാം. എന്താണ് കൊടുത്തിരിക്കുന്നത്? മഞ്ചാടി മല. The student parliament, consisting of selected children of the panchayat, has members attracted public attention. Many demands like the construction of footpaths, slabs covered to drains, controlling stray dog menace, installing street lights, devising garbage disposal schemes, and making parks were raised in the parliament. The panchayat president inaugurated the meeting. The president assured that the demands put forward by the student-friendly parliament would be discussed in the next governing body meeting. മഞ്ചാടി മലയിൽ നടന്നിട്ടുള്ള ഒരു വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടായ്മ നടത്തിയിട്ടുള്ള പാർലമെൻറ്റാണ് ഇവിടെ പറയുന്നത്. പഞ്ചായത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളെ അംഗങ്ങളാക്കി സംഘടിപ്പിച്ച വിദ്യാർത്ഥി സൗഹൃദ പാർലമെൻറ്റ് ശ്രദ്ധേയമായി. അവിടെ ഒരുപാട് കാര്യങ്ങൾ അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നടപ്പാക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് അവർ നടപ്പാക്കണം എന്ന് പറയുന്നത്? നടപ്പാതകൾ പണിയുക, ഓടകൾക്ക് മൂടി നിർമ്മിക്കുക, തെരുവു നായശല്യം നിയന്ത്രിക്കുക, വഴിവിളക്കുകൾ സ്ഥാപിക്കുക, മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികൾ ആവിഷ്കരിക്കുക, പാർക്കുകൾ സ്ഥാപിക്കുക, അങ്ങനെ നിരവധി ആവശ്യങ്ങളാണ് പാർലമെൻറ്റ് മുന്നോട്ട് ഉന്നയിച്ചിട്ടുള്ളത്. ആ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഇവിടെ നമുക്ക് ആദ്യം ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഡിഡ് യു നോട്ടീസ് ദ അബവ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട്? മുകളിൽ കൊടുത്തിരിക്കുന്ന ന്യൂസ് പേപ്പർ റിപ്പോർട്ട് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഓക്കെ, നമ്മൾ വായിച്ചു കഴിഞ്ഞു അല്ലേ? വാട്ട് ഡിമാൻഡ്സ് റിഗാർഡിംഗ് ദ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് ഓഫ് ദി പഞ്ചായത്ത് ഡിഡ് ദ ചിൽഡ്രൻ റേസ് ഇൻ ദ പാർലമെൻറ്റ്? നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഏതൊക്കെ ആവശ്യങ്ങളാണ് കുട്ടികൾ പാർലമെൻറ്റിൽ ഉന്നയിച്ചത്? എന്തൊക്കെ ആവശ്യങ്ങളാണ്? നമ്മൾ പറഞ്ഞു അല്ലേ? ദ കൺസ്ട്രക്ഷൻ ഓഫ് ഫുട്പാത്ത്, നടപ്പാതയുടെ നിർമ്മാണം, സ്ലാബ് ഓവർ ടു ഡ്രെയിൻസ്, കൺട്രോളിംഗ് സ്ട്രേ ഡോഗ് മെനേൻസ്, മേക്കിംഗ് പാർക്ക്, ഡിവൈസിങ് ഗാർബേജ് ഡിസ്പോസൽ സ്കീം, ഇൻസ്റ്റാളിംഗ് സ്ട്രീറ്റ് ലൈറ്റ്. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെയാണ് വിദ്യാർത്ഥികൾ ഉന്നയിച്ചിട്ടുള്ളത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഡിസ്കസ് ദി ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് ദാറ്റ് നീഡ് ടു ടേക്കൺ അപ്പ് ഇൻ യുവർ സ്കൂൾ. നിങ്ങളുടെ സ്കൂളിൽ ആവശ്യമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ചർച്ച ചെയ്യുക. വോണ്ട് യു ബ്രിങ് യുവർ ഡിമാൻഡ്സ് ടു ദ അറ്റൻഷൻ ഓഫ് ദി ടീച്ചേഴ്സ് ആൻഡ് ട്രൈ ടു ഇംപ്ലിമെൻറ്റ് ദം. ഈ ആവശ്യങ്ങൾ അധ്യാപകരുടെ ശ്രദ്ധയിൽപ്പെടുത്തി നടപ്പിലാക്കാൻ നിങ്ങൾ ശ്രമിക്കില്ലേ? ശ്രമിക്കുക. എന്തൊക്കെയായിരിക്കും നമ്മുടെ സ്കൂളിൽ നമുക്ക് കൊണ്ടുവരേണ്ട കാര്യങ്ങൾ? ഇംപ്ലിമെൻറ്റ് ഡ്രിങ്കിങ് വാട്ടർ പ്രോജക്റ്റ് അല്ലേ, കുടിവെള്ളത്തിനുള്ള പ്രോജക്റ്റുകൾ കൊണ്ടുവരിക. മോഡേണൈസ് ദ സ്കൂൾ പ്ലേ ഗ്രൗണ്ട്, നമ്മുടെ സ്കൂൾ പ്ലേ ഗ്രൗണ്ട് ഒന്ന് കുറച്ചും കൂടി ഒന്ന് ഭംഗി കൂട്ടുക. അതുപോലെ തന്നെ വാഷ്റൂമുകളൊന്ന് അടിപൊളിയാക്കുക. അറേഞ്ച് സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ് ഇൻ സ്കൂൾ, നമ്മുടെ സ്കൂളിൽ നമ്മുടെ കായികത്തിന് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങളൊക്കെ കൊണ്ടുവരിക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ദ മോഡേണൈസേഷൻ ഓഫ് സ്കൂൾ ലൈബ്രറി ആൻഡ് ലബോറട്ടറീസ്, നമ്മുടെ വായനശാലയുടെയും അതുപോലെ തന്നെ ലാബിൻ്റെയൊക്കെ പുനർനിർമ്മാണം, അതൊക്കെ നമുക്ക് നമ്മുടെ വിദ്യാലയത്തിൽ ഉന്നയിക്കാവുന്ന ആവശ്യങ്ങളാണ്. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്, എ ലോട്ട് ഓഫ് ഡെവലപ്മെൻറ്റൽ വർക്ക്സ് മസ്റ്റ് ബി ഗോയിങ് ഓൺ ഇൻ യുവർ ഏരിയ ടു. ഇഫ് സോ, ഹൂ ആർ ദ അതോറിറ്റീസ് ദാറ്റ് ഡിസ്കസ് ആൻഡ് ഡിസൈഡ് ഓൺ സച്ച് ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ്? നിങ്ങളുടെ പ്രദേശത്തും അല്ലെ നമ്മുടെയൊക്കെ പ്രദേശത്തും ധാരാളം വികസന പ്രവർത്തനങ്ങൾ നടക്കാറുണ്ട്. അങ്ങനെയെങ്കിൽ ഇത്തരം വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് തീരുമാനമെടുക്കുന്നതും ആരാണ്? അപ്പം നമുക്കറിയാം, നമ്മുടെ പ്രദേശത്ത് നമ്മുടെ നാട്ടിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ വരുന്നു അല്ലെ, നടപ്പാതകൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് സംഘടനകളൊക്കെ ഉണ്ട്. നമ്മുടെ ഒരു പ്രദേശത്ത് നടക്കുന്ന ഈ പ്രവർത്തനങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ആരാണ്? അതിനൊക്കെ തീരുമാനം എടുക്കുന്നത് ആരാണ്? അപ്പം നമുക്ക് ഗ്രാമസഭ ആയിരിക്കും മിക്കവാറും. ഗ്രാമസഭ, കോർപ്പറേഷൻ, അങ്ങനെ ഒരുപാട് കമ്മിറ്റികളുണ്ട് ഇതിനായിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടെ കുറച്ച് പത്രവാർത്തകൾ കാണാം അല്ലേ, അതൊന്ന് വായിച്ചു നോക്കാം. ദ പഞ്ചായത്ത് ഇൻ്റർവെൻ, സൊല്യൂഷൻ ടു ഷോർട്ടേജ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ. പഞ്ചായത്ത് ഇടപെട്ടു, കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരമായി. അതുപോലെ തന്നെ അടുത്തൊരു പത്ര കട്ടിംഗ് ആണ്, സർവീസ് ഓഫ് ഡോക്ടേഴ്സ് വിൽ ബി എൻഷ്യൂർഡ് എവറി ഡേ അറ്റ് പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സ്, പഞ്ചായത്ത് പ്രസിഡൻറ്റ്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എല്ലാ ദിവസവും ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കും. പഞ്ചായത്ത് പ്രസിഡൻ്റാണ് ഈ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്.
ഇനി അടുത്തതാണ് ദ കൗൺസിലർ അഷ്യൂർഡ് ദാറ്റ് ദ പ്രപ്പോസൽസ് റേസ്ഡ് ഇൻ ദ വാർഡ് അസംബ്ലി വുഡ് ബി കൺസിഡേർഡ് ഓൺ പ്രയോറിറ്റി ബേസിസ്. വാർഡ് സഭയിൽ ഉയർന്നു വന്ന നിർദ്ദേശങ്ങൾ മുൻഗണനാക്രമത്തിൽ പരിഗണിക്കുമെന്ന് കൗൺസിലർ ഉറപ്പ് നൽകി. ഇവിടെ കൗൺസിലറാണ് തീരുമാനം എടുത്തിട്ടുള്ളത്. അടുത്തത് കംപ്ലീറ്റ് ഇലക്ട്രിഫിക്കേഷൻ അനൗൺസ്മെൻറ്റ് സൂൺ. സമ്പൂർണ്ണ വൈദ്യുതിവൽക്കരണം പ്രഖ്യാപനം ഉടൻ. ഇനി അവസാനത്തെ പത്ര ആണ് ദ പ്രോബ്ലം ഓഫ് ഗാർബേജ് ഓൺ ദ റോഡ് സൈഡ് പീപ്പിൾ ഡിമാൻഡ് ഇമ്മീഡിയറ്റ് ഇൻസ്റ്റാളേഷൻ ഓഫ് CCTV ക്യാമറാസ്. റോഡരികിലെ മാലിന്യ പ്രശ്നം CCTV ക്യാമറകൾ ഉടൻ സ്ഥാപിക്കണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെട്ടു. ഇതൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ള പത്ര കട്ടിങ്സ്. ഇനി നമുക്കിതിന് താഴെ പറഞ്ഞിരിക്കുന്ന കാര്യം നോക്കാം. The important discussion that arose and decisions taken in the ഗ്രാമസഭ വാർഡ് സഭ ഓഫ് an area are given above. അതായത് നമ്മുടെ പ്രദേശത്തെ ഗ്രാമസഭയിലോ വാർഡ് സഭയിലോ ഉയർന്നു വന്ന പ്രധാന ചർച്ചകൾ, അതിൻ്റെ തീരുമാനങ്ങളൊക്കെയാണ് നമുക്കിവിടെ കാണിക്കുന്നത്. ഹിയർ പീപ്പിൾ ഗെറ്റ് ഡയറക്റ്റ്ലി ഇൻവോൾവ്ഡ് ഇൻ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ് ത്രൂ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇവിടെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ അഥവാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ജനങ്ങൾക്ക് ഭരണ കാര്യങ്ങൾ നേരിട്ട് പങ്കാളിത്തം ലഭിക്കുന്നു. ഓക്കെ, ഇങ്ങനെ ഗ്രാമസഭ അതുപോലെ തന്നെ വാർഡ് സഭ ഒക്കെ പോലെയുള്ളത് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ജനങ്ങൾക്ക് തന്നെ നേരിട്ട് അതിലിടപെട്ട് ഒരു തീരുമാനം എടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഇപ്രകാരം ജനങ്ങൾ നേരിട്ടോ അല്ലെങ്കിൽ അവരെ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളോ ഭരണപരമായ കാര്യങ്ങൾ തീരുമാനമെടുക്കുന്ന സംവിധാനമാണ് ജനാധിപത്യം. വെരി ഇമ്പോർട്ടൻറ്റ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് the system in which the people themselves or their elected representatives make decision on administrative matters is called democracy. So എന്താണ് ഡെമോക്രസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ the system in which the people themselves or their elected representatives make decision on administrative matters is called democracy. ജനങ്ങൾ നേരിട്ടോ അല്ലെങ്കിൽ അവർ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളോ ഭരണപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന ഒരു സംവിധാനത്തെ നമ്മൾ പറയുന്ന പേരാണ് ജനാധിപത്യം അഥവാ ഡെമോക്രസി. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ള കാര്യം ഇതാണ്. ഡെമോക്രസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ജനാധിപത്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്. നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കാര്യം പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ പഠിക്കേണ്ട ആദ്യത്തെ ഡെഫിനിഷൻ, ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് വാട്ട് ഈസ് ഡെമോക്രസി എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ താഴെ തന്നെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ അഥവാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്. ദ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻക്ലൂഡ് ദ 3-tier പഞ്ചായത്ത് സിസ്റ്റം സച്ച് എസ് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് ആൻഡ് ഡിസ്ട്രിക്ട് പഞ്ചായത്ത് ഇൻ റൂറൽ ഏരിയാസ് ആൻഡ് ഓൾസോ മുനിസിപ്പാലിറ്റീസ് ആൻഡ് കോർപ്പറേഷൻ ഇൻ അർബൻ ഏരിയാസ്. ഗ്രാമപ്രദേശങ്ങൾ, നമുക്കറിയാം ഗ്രാമപ്രദേശങ്ങളുണ്ട്, അതുപോലെ തന്നെ നമുക്ക് നഗരപ്രദേശങ്ങളുണ്ട്. ഗ്രാമപ്രദേശങ്ങളിൽ ഒരു ത്രിതല പഞ്ചായത്ത് സംവിധാനം, അതായത് ഗ്രാമപഞ്ചായത്ത്, അത് കഴിഞ്ഞ് ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ഇവയും നമ്മൾ നഗരപ്രദേശങ്ങൾ എടുക്കുകയാണെങ്കിൽ, സിറ്റീസൊക്കെ എടുക്കുകയാണെങ്കിൽ അവിടെ മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും ഇവയെല്ലാം ഉൾക്കൊള്ളുന്നതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം അഥവാ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എബ്രഹാം ലിങ്കനും അതുപോലെ തന്നെ മഹാത്മാഗാന്ധിയും പറഞ്ഞിട്ടുള്ള 2 കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. എന്താണ് എബ്രഹാം ലിങ്കൻ പറഞ്ഞിട്ടുള്ളത്? ഡെമോക്രസി ഇസ് ദ ഗവൺമെൻറ് ഓഫ് ദി പീപ്പിൾ, ബൈ ദി പീപ്പിൾ, ഫോർ ദി പീപ്പിൾ. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം. എന്താണ് ജനാധിപത്യം? അദ്ദേഹം വളരെ ക്ലിയറായിട്ട് വളരെ ലളിതമായ ഭാഷയിൽ എന്താണ് ജനാധിപത്യം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ജനങ്ങൾക്ക് വേണ്ടി, നമ്മൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ തന്നെ തിരഞ്ഞെടുക്കുന്ന ജനങ്ങളുടെ ഒരു ഭരണത്തെയാണ് ജനാധിപത്യം അഥവാ ഡെമോക്രസി എന്ന് പറയുന്നത്. ഇനി മഹാത്മാഗാന്ധി എന്താണ് പറഞ്ഞിട്ടുള്ളത്? മൈ നോഷൻ ഓഫ് ഡെമോക്രസി ഇസ് ദാറ്റ് അണ്ടർ ദി വീക്കസ്റ്റ് ഷുഡ് ഹാവ് ദ സെയിം ഓപ്പർച്യൂണിറ്റി ആസ് ദ സ്ട്രോങ്ങസ്റ്റ്. മഹാത്മാഗാന്ധി എങ്ങനെയാണ് ജനാധിപത്യത്തെക്കുറിച്ച് പറഞ്ഞത്? ജനാധിപത്യത്തെക്കുറിച്ചുള്ള എൻ്റെ സങ്കല്പം അതിന് കീഴിൽ ഏറ്റവും ദുർബലനും ശക്തനും തുല്യമായ അവസരം ഉണ്ടായിരിക്കണം എന്നതാണ്. ജനാധിപത്യത്തിൽ ഇന്നാൾ മുകളിലുള്ളത് ഇന്നാൾ താഴത്തുള്ളവർ എന്നൊന്നുമില്ല. യാതൊരു തരത്തിലുള്ള വിവേചനങ്ങളും ജനാധിപത്യത്തിന് മുന്നിലില്ല. ദുർബലനും ശക്തനും തുല്യമായ ഒരവസരം ഉണ്ടായിരിക്കുന്നതാണ് ജനാധിപത്യം എന്നാണ് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോകാം. ഇൻ സെർച്ച് ഓഫ് റൂട്ട്സ് ഓഫ് ഡെമോക്രസി, അതായത് ജനാധിപത്യത്തിൻ്റെ വേരുകൾ തേടി. നമുക്കിവിടെ ഒരു മാപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. മുകളിൽ കൊടുത്തത് യൂറോപ്പിൻ്റെ ഒരു ഭൂപടമാണ്, മാപ്പാണ്. അതിൽ എ എന്താണ്, ബി എന്താണ്, എന്താണ്, ബി എന്താണെന്ന് നമ്മളോട് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. എ എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ളത് ഗ്രീസാണ്, അതുപോലെ തന്നെ ബി എന്ന് പറയുന്നത് ഇംഗ്ലണ്ടാണ്. ഓക്കെ, അതിവിടെ സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലേ. വയലറ്റ് കളറിൽ കൊടുത്തത് ഗ്രീസും ഗ്രീൻ കളറിൽ കൊടുത്തിട്ടുള്ളത് എന്താണ്, ഇംഗ്ലണ്ടുമാണ്.
These countries have special features with regard to the origin of democracy. Shall we examine them? നമ്മൾ പറഞ്ഞു ഗ്രീസ് അതുപോലെ തന്നെ ഇംഗ്ലണ്ട്, ഈ രാജ്യങ്ങൾക്ക് ജനാധിപത്യത്തിൻ്റെ ഉത്ഭവമായിട്ട്, അതായത് ജനാധിപത്യം ഉത്ഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒറിജിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അത് പുറപ്പെട്ട സ്ഥലം അല്ലേ. ജനാധിപത്യം എന്നുള്ള കോൺസെപ്റ്റ് വന്നതുമായി ബന്ധപ്പെട്ട് ചില സവിശേഷതകളുണ്ട്, നമുക്കതൊന്ന് നോക്കാം. സോ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ദ ഏർലിയർ ഫോം ഓഫ് ഡെമോക്രസി എമർജഡ് അറ്റ് ഏതൻസ് ഇൻ ഗ്രീസ്. പുരാതന ഗ്രീസിലെ ഏതൻസിലാണ് ജനാധിപത്യത്തിൻ്റെ ആദ്യ രൂപം ഉദയം കൊണ്ടത്, അതായത് വന്നത്. Although all classes of population were not included in the decision-making process of public affairs, Athens played a crucial role in shaping the concept of democracy. നമ്മുടെ ഗ്രീസിലെ രൂപം കൊണ്ടിരിക്കുന്ന ജനാധിപത്യത്തിൽ പൊതുകാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിൽ എല്ലാ ജനവിഭാഗങ്ങളെയും ഉൾക്കൊള്ളിച്ചിരുന്നില്ല. പക്ഷേ ജനാധിപത്യം എന്ന ആശയം സംഭാവന ചെയ്യുന്നതിൽ അവർ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ടുഡേസ് കോൺസെപ്റ്റ് ഓഫ് ഡെമോക്രസി സ്റ്റാർട്ടഡ് ഇൻ ഇംഗ്ലണ്ട്. നമ്മുടെ ഇപ്പോൾ നിലവിലുള്ള ജനാധിപത്യ രീതി തുടക്കം കുറിച്ചത് യുണൈറ്റഡ് കിങ്ഡത്തിലാണ്, അഥവാ ഇംഗ്ലണ്ടിലാണെന്ന് പറയാം. അതായത് ദ സിസ്റ്റം ഓഫ് ഇലക്ഷൻ, റെപ്രസെൻറ്റേറ്റീവ് ഗവൺമെൻറ് ആൻഡ് പാർലമെൻറ്റ് വർ ഓൾ ഫോംഡ് ഇൻ ഇംഗ്ലണ്ട്. നമ്മുടെ ഇപ്പോഴുള്ള തെരഞ്ഞെടുപ്പ്, ജനപ്രതിനിധികളുടെ ഭരണം, പാർലമെൻറ്റ്, ഇവയൊക്കെ ഈ എല്ലാ സംവിധാനങ്ങളുടെ രൂപം കൊണ്ടത് ഇംഗ്ലണ്ടിലാണ്. ഇനി നമുക്കിവിടെ കൊടുത്തിരിക്കുന്ന പെട്ടിയിലാക്കി കൊടുത്തിരിക്കുന്ന കാണാം. The term democracy was first used by an ancient Greek historian Herodotus. ഹെറോഡോട്ടസ് എന്ന് പറയുന്ന പുരാതന ഗ്രീക്ക് ചരിത്രകാരനാണ് ആദ്യമായിട്ട് ഡെമോക്രസി എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് അല്ല. ഇനി നമുക്ക് 2 ടൈപ്പ് ഓഫ് ഡെമോക്രസി, 2 തരത്തിലാണ് ഡെമോക്രസി ഉള്ളത്. ആ കാര്യം നമുക്ക് നോക്കാം. അതിന് മുന്നേ എന്താണ് ഗ്രാമസഭ എന്നിവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. വാട്ട് ആർ ഗ്രാമസഭ? ഗ്രാമസഭ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഗ്രാമസഭാസ് ആർ പ്ലാറ്റ്ഫോംസ് വെർ ഓൾ ദി പീപ്പിൾ ഗെറ്റ് എ ചാൻസ് ടു പാർട്ടിസിപ്പേറ്റ് ആൻഡ് ടേക്ക് ഡിസിഷൻസ് ഇൻ ദ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഡെവലപ്മെൻറ്റൽ പ്രോസസ് ഓഫ് എ ലൊക്കാലിറ്റി. ഒരു ലൊക്കാലിറ്റിയിലെ ഒരു പ്രദേശത്തിൻ്റെ ഭരണം, വികസനം, ഈ പ്രക്രിയയിലൊക്കെ എല്ലാ ജനങ്ങൾക്കും പങ്കാളികളാകാനും തീരുമാനങ്ങൾ എടുക്കാനും അവസരം ലഭിക്കുന്ന ഒരു വേദിയാണ്, അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമിനെയാണ് നമ്മൾ ഗ്രാമസഭ എന്ന് പറയുന്നത്. ഇവിടെ ഗ്രാമസഭയിൽ ഒരു മീറ്റിംഗ് ആണ് നടക്കുന്നത്. നമുക്കറിയാം ഗ്രാമസഭയിലും നമ്മൾ തിരഞ്ഞെടുക്കുന്ന ലീഡർമാരുണ്ടാകും, അവരാണ് മുന്നിലിരിക്കുന്ന 3 പേര്. അങ്ങനെ ജനങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ജനങ്ങൾ പറയുന്നത്? ട്രാഫിക് ലൈറ്റ് ഷുഡ് ബി ഇൻസ്റ്റാൾഡ് ഇൻ അവർ ജംഗ്ഷൻ. നമ്മുടെ കവലയിൽ, നമ്മുടെ ജംഗ്ഷനിൽ എന്ത് വെക്കണം? നമ്മൾ ട്രാഫിക് ലൈറ്റുകൾ വെക്കണം എന്ന് പറയുന്നുണ്ട്. ചിലവരെന്താ പറയുന്നത്? ഡ്രിങ്കിങ് വാട്ടർ ഇഷ്യൂ ഷുഡ് ബി സോൾവ്ഡ്. കുടിവെള്ള പ്രശ്നമൊക്കെ നമ്മൾ പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. ചിലവർ പറയുന്നു എന്താണ്? പച്ചക്കറി കൃഷിക്ക് വിത്തും വളവും ഒക്കെ അനുവദിക്കണം. സീഡ്സ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് ഷുഡ് ബി ഇഷ്യൂഡ് ഫോർ വെജിറ്റബിൾ കൾട്ടിവേഷൻ. ഗ്രാമസഭയിൽ ജനങ്ങൾക്ക് നേരിട്ട് അഭിപ്രായം പറയുവാനും തീരുമാനമെടുക്കുവാനും അതിൽ പങ്കാളികളാവാനും പറ്റുന്നുണ്ട്. ഇനി നമ്മളോട് എന്താണ് ഡയറക്റ്റ് ഡെമോക്രസി അഥവാ പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഡയറക്റ്റ് ഡെമോക്രസി? ഡയറക്റ്റ് ഡെമോക്രസി ഓർ പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസി is a form of government in which the people participate directly in the administrative affairs. It is usually possible in areas with a relatively less population and limited land area. ജനങ്ങൾക്ക് നേരിട്ട് ഭരണകാര്യങ്ങളിലൊക്കെ പങ്കാളികളാകാനുള്ള, അവർക്ക് പങ്കാളികളാവാൻ, തീരുമാനമെടുക്കാനും അവരുടെ അഭിപ്രായങ്ങൾ പറയാനൊക്കെ പറ്റുന്ന ഭരണവ്യവസ്ഥയാണ് നമ്മൾ പങ്കാളിത്ത ജനാധിപത്യം, ഡയറക്റ്റ് ഡെമോക്രസി അഥവാ പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസി എന്നൊക്കെ പറയുന്നത്. ഇത് കൂടുതലും എവിടെയാണ് സാധ്യമാകുക എന്നറിയോ? താരതമ്യേന ജനസംഖ്യ കുറവുള്ള സ്ഥലം ഉണ്ടാവുമല്ലോ, അതുപോലെ തന്നെ അത്ര ലാൻഡ് ഏരിയ ഒക്കെ ഇല്ല, കുറവുള്ള പ്രദേശങ്ങളുണ്ടാവുമല്ലോ, അവിടെയൊക്കെയാണ് ഡയറക്റ്റ് ഡെമോക്രസി അഥവാ പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസി ഒക്കെ സാധ്യമാകുന്നത്. ഓക്കെ, ഇനി നമ്മളോട് ഫൈൻഡ് ഔട്ട് മോർ പോയിൻറ്റ്സ് അബൌട്ട് ഗ്രാമസഭ. ഗ്രാമസഭയെക്കുറിച്ച് കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാക്കാനും എഴുതുവാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെ നമുക്ക് ഗ്രാമസഭയെക്കുറിച്ച് 2 പോയിൻറ്റ് എഴുതാം. ഗ്രാമസഭ ഇസ് എ ഫോറം ടു ഡിസൈഡ് ദ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് അറ്റ് വാർഡ് ലെവൽ ഇൻ ഈച്ച് പഞ്ചായത്ത്. ഓരോ പഞ്ചായത്തിൽ എന്തുണ്ടാവും? ഓരോ വാർഡുകളുണ്ടാവും. നമുക്കറിയാം 14 നമ്പർ വാർഡ്, 16 നമ്പർ വാർഡ്, അങ്ങനെ ഒരുപാട് വാർഡുകളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഓരോന്നിനും വാർഡ് മെമ്പർ ഉണ്ടാവും. നമ്മൾ ജനങ്ങൾ തന്നെ സെലക്ട് ചെയ്യുന്ന ഒരു ലീഡറാണ് ആ ഒരു വാർഡിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു വാർഡ് മെമ്പറും ഉണ്ടാവും അല്ലേ. ഈ ഗ്രാമസഭ എന്ന് പറയുന്നത് നമ്മുടെ വികസന പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് തീരുമാനിക്കാനൊക്കെ, ഓരോ പഞ്ചായത്തിലെ വാർഡ് ലെവലിലുള്ള വികസന പ്രവർത്തനങ്ങളൊക്കെ തീരുമാനിക്കാനുള്ള ഒരു വേദിയാണ് ഗ്രാമസഭ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ബെറ്റർ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഗ്രാമസഭ വിച്ച് ഈസ് എ ഡെമോക്രാറ്റിക് പ്ലാറ്റ്ഫോം where everyone can put forward
their opinion directly to the elected representatives. നമ്മൾ ഇലക്ട് ചെയ്ത് നമ്മൾ തന്നെ തിരഞ്ഞെടുത്ത ഒരു പ്രതിനിധികൾ ഉണ്ടാവുമല്ലോ, നമുക്ക് തന്നെ അവരോട് നേരിട്ട് സംസാരിക്കാനും നമ്മുടെ അഭിപ്രായങ്ങൾ അവരോട് നേരിട്ട് പറയാനും പറ്റുന്ന ഒരു ജനാധിപത്യ വേദിയാണ് ഗ്രാമസഭ എന്ന് പറയുന്നത്. ഈ 2 പോയിൻറ്റ്സ് നിങ്ങൾക്ക് എഴുതിക്കൂടെ? ഇനി നമുക്ക് അടുത്തതായിട്ട് കൊടുത്തത് ലെജിസ്ലേറ്റീവ് അസംബ്ലീൻ്റെ നിയമസഭയുടെ ഒരു ചിത്രമാണ്. ഇതാണ് നമ്മുടെ നിയമസഭയുടെ ഒരു ചിത്രം. ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട് അല്ലേ, വൊക്കേഷണൽ ട്രെയിനിങ് സെൻറ്റേഴ്സ് ഷുഡ് ബി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ എവറി പഞ്ചായത്ത് ഓഫ് മൈ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി. എൻ്റെ നിയമസഭാ മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തിലും തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ സ്ഥാപിക്കണം. ഇത് ഒരു നിയമസഭയിലുള്ള ഒരാൾ പറയുന്നതാണ്. Can we directly participate in the proceedings of legislative assembly? Who speaks for us there? നിയമസഭയിൽ നമുക്ക് നേരിട്ട് പങ്കെടുക്കാൻ കഴിയുമോ? നിയമസഭയിൽ നമുക്ക് വേണ്ടി സംസാരിക്കുന്നത് ആരാണ്? ഇതാണ് ചോദ്യം. ഇപ്പം നമ്മൾ കണ്ടു അല്ലേ, ഇതാണ് നിയമസഭ. ഇവിടെ നമുക്ക് എല്ലാവർക്കും എന്താ പറയുക, നമ്മൾ സിനിമയ്ക്കൊക്കെ ടിക്കറ്റ് എടുക്കുന്ന പോലെ നമുക്ക് എല്ലാവർക്കും കയറി കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറയാൻ പറ്റുമോ? ഒരാൾക്ക് എന്തെങ്കിലും പ്രശ്നം വരികയാണ്, അപ്പോൾ അയാൾക്ക് അവിടേക്ക് നേരിട്ട് ഇടിച്ചു കയറി കാര്യങ്ങൾ പറയാനായിട്ട് പറ്റുമോ? ഇല്ല. ഇവിടെ ആരാണ് നമുക്ക് വേണ്ടി സംസാരിക്കുന്നത്? നമ്മുടെ കാര്യങ്ങളൊക്കെ ആരാണ് ഇവിടെ നിയമസഭയിൽ സംസാരിക്കുന്നത്? നമുക്ക് നോക്കാം. വി കനോട്ട് ഡയറക്റ്റ്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ ദ പ്രൊസീഡിങ്സ് ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. ലെജിസ്ലേറ്റീവ് അസംബ്ലീൻ്റെ കാര്യത്തിൽ നമുക്ക് നേരിട്ട് പങ്കെടുക്കാനായിട്ട് പറ്റില്ല. പകരം ആരാണ് നമുക്ക് വേണ്ടി സംസാരിക്കുന്നത്? MLA സ്പീക്സ് ഫോർ അസ് ദർ. MLAകളാണ് നമുക്ക് വേണ്ടിയിട്ട് അവിടെ സംസാരിക്കുന്നത്. ആരാണ് സംസാരിക്കുന്നത്? MLA. MLAയുടെ ഫുൾ ഫോം എന്താണ്? മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. വിച്ച് ഈസ് യുവർ ലെജിസ്ലേറ്റീവ് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി? അതായത് നിങ്ങളുടെ നിയമസഭാ മണ്ഡലം ഏതാണ്? അത് നിങ്ങളോട് ചോദിക്കുന്നതാണ്. നിങ്ങളുടെ നിയമസഭാ പ്രതിനിധി, നിങ്ങളുടെ MLA ആരാണ്? അപ്പോൾ അതൊക്കെ നിങ്ങൾ അറിയുവാണെങ്കിൽ എഴുതുക, ഇമ്പോർട്ടൻ്റ് അല്ല. ഇനി അടുത്തതായിട്ട് നമുക്ക് കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി, കേരളത്തിൻ്റെ നിയമസഭയെക്കുറിച്ചാണ് പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം ഇൻഡയറക്റ്റ് ഡെമോക്രസി. അപ്പോൾ നമ്മൾ നേരത്തെ ഡയറക്റ്റ് ഡെമോക്രസി എന്താണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് ഇൻഡയറക്റ്റ് ഡെമോക്രസി അഥവാ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് എന്നുള്ളതാണ്. ഓക്കെ, ആദ്യം നമ്മൾ ഡെമോക്രസി എന്താണെന്ന് പഠിച്ചു, വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ആ ഡെഫിനിഷൻ മറക്കരുത്. ശേഷം നമ്മൾ 2 തരത്തിലുള്ള ഡെമോക്രസികൾ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ, 2 ടൈപ്പ് ഓഫ് ഡെമോക്രസി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഡയറക്റ്റ് ഡെമോക്രസി അഥവാ പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസി. രണ്ടാമത്തെ ഡെമോക്രസി എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ഡെമോക്രസി, റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി. എന്താണ് ഇൻഡയറക്റ്റ് ഡെമോക്രസി എന്ന് നമുക്ക് നോക്കാം. Indirect democracy or representative democracy is a form of democracy in which representatives who are elected by the people rule on behalf of the people. In countries with a large population and geographical area like India, the practical way of governance is representative democracy. അതായത് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന ജനാധിപത്യ രീതിയാണ് ഇൻഡയറക്റ്റ് ഡെമോക്രസി എന്ന് പറയുന്നത്. ഇന്ത്യ പോലെയുള്ള നല്ല ജനസംഖ്യയുള്ള അതുപോലെ തന്നെ ഒരുപാട് സ്ഥലം നല്ല ഭൂവിസ്തൃതിയുള്ള രാജ്യങ്ങളിലൊക്കെ നമ്മൾ നടത്തുന്നത് ഇൻഡയറക്റ്റ് ഡെമോക്രസിയാണ്. അതായത് ഇപ്പോൾ ഒരുപാട് ജനങ്ങളുണ്ട് നമ്മുടെ ഇന്ത്യയിൽ അല്ലേ, അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക ഇങ്ങനെ ചർച്ച ചെയ്ത് എല്ലാവരും ഒരേ സ്ഥലത്തൊന്നും ഒത്തുകൂടാനായിട്ട് പറ്റുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നടക്കുന്ന എന്താണ് ഇൻഡയറക്റ്റ് ഡെമോക്രസിയാണ്. ഡയറക്റ്റ് ഡെമോക്രസി എവിടെയാണ് നടക്കുക? ജനങ്ങൾ തന്നെ നേരിട്ട് തീരുമാനമൊക്കെ എടുക്കുന്ന അത്തരത്തിലുള്ള ഡെമോക്രസി നടക്കുക ചെറിയ ജനസംഖ്യയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്കിവിടെ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഡയറക്റ്റ് ഡെമോക്രസിയും ഇൻഡയറക്റ്റ് ഡെമോക്രസിയും തമ്മിലുള്ള ഡിഫറൻസസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, നിങ്ങൾ ഈ ഒരു ടേബിൾ കൃത്യമായി പഠിച്ചിരിക്കണം. ഇവിടെ ഒരു വ്യത്യാസം കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് ഡെമോക്രസി പോസിബിൾ ഇൻ ലെസ് പോപ്പുലേറ്റഡ് കൺട്രി. ജനസംഖ്യ കുറഞ്ഞ രാജ്യങ്ങളിലാണ് ഡയറക്റ്റ് ഡെമോക്രസി നടപ്പിലാക്കാൻ പറ്റുക. ഇൻഡയറക്റ്റ് ഡെമോക്രസിയോ എക്സിസ്റ്റ് ഇൻ കൺട്രീസ് വിത്ത് ഹ്യൂജ് പോപ്പുലേഷൻ. ജനസംഖ്യ കൂടിയ രാജ്യങ്ങളിലാണ് ഇൻഡയറക്റ്റ് ഡെമോക്രസി നടക്കുക. നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഇനി ഡയറക്റ്റ് ഡെമോക്രസിയിൽ ദ പീപ്പിൾ ഡയറക്റ്റ്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ ദ അഡ്മിനിസ്ട്രേറ്റീവ് അഫയേഴ്സ്. ഭരണകാര്യങ്ങളിലൊക്കെ ജനങ്ങൾ തന്നെ നേരിട്ട് പങ്കാളികളാകും. പക്ഷേ ഇൻഡയറക്റ്റ് ഡെമോക്രസിയിലോ ദ റെപ്രസെൻറ്റേറ്റീവ്സ് ഇലക്റ്റഡ് ബൈ ദ പീപ്പിൾ ടേക്ക് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ അഡ്മിനിസ്ട്രേറ്റീവ് അഫയേഴ്സ്. ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രതിനിധികളാണ് അവിടെയുള്ള ഭരണകാര്യങ്ങളിലൊക്കെ ഇടപെടുക. ഇനി ലാസ്റ്റ് പോയിന്റ്, പോസിബിൾ ഇൻ ലിമിറ്റഡ് ലാൻഡ് ഏരിയ. ചെറിയ ലാൻഡ് ഏരിയ, ചെറിയ ഭൂവിസ്തൃതി ഉള്ളിടത്താണ് ഡയറക്റ്റ് ഡെമോക്രസി നമുക്ക് നടപ്പിലാക്കാനായിട്ട് പറ്റുക. ഇൻഡയറക്റ്റ് ഡെമോക്രസിയോ പോസിബിൾ ഇൻ ഹ്യൂജ് ജിയോഗ്രഫിക്കൽ ഏരിയ. വലിയ ഒരു ഭൂവിസ്തൃതിയുള്ള സ്ഥലത്ത്, നമ്മുടെ ഇന്ത്യ പോലെയുള്ള വലിയ രാജ്യങ്ങളിലൊക്കെ നമ്മൾ ഇൻഡയറക്റ്റ് ഡെമോക്രസിയാണ് സാധ്യമാക്കാറുള്ളത്.
അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഡെമോക്രസീൻ്റെ ക്യാരക്ടറൈസ്റ്റിക്സ്, നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സവിശേഷതകൾ. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പാഠത്തിൽ നിങ്ങൾ പഠിക്കണം. ഇവിടെ നമുക്ക് 6 ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്, 6 സവിശേഷതകൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോന്നും എന്തൊക്കെയാണ് നോക്കാം. ദ സുപ്രീം പവർ ബിലോങ്സ് ടു ദ പീപ്പിൾ. ജനാധിപത്യത്തിൽ അതിൻ്റെ പരമാധികാരം എന്ന് പറയുന്നത്, അതിൻ്റെ ഏറ്റവും മുകളിലുള്ള അധികാരം എന്ന് പറയുന്നത് ജനങ്ങൾക്കാണ്. ദ റൂൾ ഓഫ് ലോ എൻഷ്യൂർസ് ഇക്വാലിറ്റി ബിഫോർ ലോ. നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന നിയമവാഴ്ചയാണ്. അതായത് ഒരാൾ ഇപ്പോൾ പൈസ ഉണ്ടെന്ന് വെച്ചിട്ട് ഒരാൾ വലിയൊരാളോ അല്ല പൈസ ഇല്ലയെന്ന് വെച്ചാൽ ഒരാൾ ചെറിയ ആളോ അങ്ങനെയൊന്നുമില്ല. നിയമത്തിന് മുന്നിൽ അത് ഏത് MLA ആണെങ്കിലും ഏത് പ്രധാനമന്ത്രി ആണെങ്കിലും എല്ലാവർക്കും എന്താണ്, തുല്യതയാണ്. ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ്. സ്വതന്ത്രവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ്. ഓക്കെ, തെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിലൊന്നും യാതൊരുവിധ കളവുകളോ തിരിമറികളോ ചെയ്യാനായിട്ട് പറ്റുകയില്ല. ഇൻഡിപെൻഡൻറ്റ് മീഡിയ ദാറ്റ് ഹെൽപ്പ് ടു കണക്ട് ദ പീപ്പിൾ ആൻഡ് ദി ഗവൺമെൻറ്. ജനങ്ങളെയും ഭരണകൂടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന സ്വതന്ത്ര വാർത്താ മാധ്യമങ്ങൾ. ഇപ്പം നമ്മൾ ഒരുപാട് മാധ്യമങ്ങൾ ന്യൂസൊക്കെ കേൾക്കാറുണ്ട്. അതെന്ന് പറയുന്നത് എന്തായിരിക്കണം, വളരെ നീതിപൂർവമായി വളരെ സ്വതന്ത്രമായിട്ടല്ലേ, ആരെയും പക്ഷത്ത് ചേർന്നിട്ട് നടത്തുന്നതായിരിക്കരുത്. ഇന്ന പാർട്ടിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രവർത്തകരുണ്ട്, പക്ഷെ അങ്ങനെയൊന്നും ആവരുത്. ജനങ്ങളെ എന്തൊക്കെയാണ്, ജനങ്ങളും ഭരണകൂടവും തമ്മിൽ അവരെ ലിങ്ക് ചെയ്യുന്ന, അവരെ കണക്ട് ചെയ്യുന്ന ഒരു വേ ആണ് എന്തെന്ന് പറയുന്നത്, മീഡിയ എന്ന് പറയുന്നത്. An opposition helping and improving the government through constructive criticism. ഗവൺമെൻറ്റിനെ വിമർശനങ്ങളിലൂടെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന പ്രതിപക്ഷം. അതുപോലെ തന്നെ ലാസ്റ്റ് വണ്ണാണ് ആൻ ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഇംപാർഷ്യൽ ജുഡീഷ്യറി. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ, ജുഡീഷ്യറി. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ ഡെമോക്രസിയുടെ ക്യാരക്ടറൈസ്റ്റിക്സ്. പഠിച്ചിരിക്കണം, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി നമുക്ക് നെക്സ്റ്റ് ത്രൂ ഇലക്ഷൻ, തിരഞ്ഞെടുപ്പിലൂടെ. നമ്മൾ ഇലക്ഷനെ കുറിച്ച് കേൾക്കുന്നതാണ്. നമുക്ക് 18 വയസ്സായ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, വോട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്താണ്, യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് ഇസ് ദ റൈറ്റ് ടു വോട്ട് ഇൻ ഇലക്ഷൻസ് ഫോർ എവ്രി വൺ ഹു ഹാസ് റീച്ച്ഡ് എ സർട്ടൻ ഏജ് വിതൗട്ട് എനി ഡിസ്ക്രിമിനേഷൻ. Until 1989, the minimum age of the voter in India was 21 years. Now it is 18 years. യാതൊരു വിവേചനങ്ങളുമില്ലാതെ നിശ്ചിത പ്രായം നമുക്ക് പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും തിരഞ്ഞെടുപ്പിൽ എന്ത് ചെയ്യാനായിട്ട് പറ്റും, വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. 1987 വരെ ഇന്ത്യയിലെ വോട്ടവകാശത്തിനുള്ള പ്രായം എന്ന് പറയുന്നത് 21 ഇപ്പോൾ 18 വയസ്സാണ്. നിങ്ങൾക്ക് 18 വയസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും എന്ത് ചെയ്യാവുന്നതാണ്, വോട്ട് ചെയ്യാവുന്നതാണ്. ഇനി ഇലക്ഷൻ വാരിയസ് സ്റ്റേജസ്. നമ്മുടെ ഇലക്ഷൻ്റെ വാരിയസ് സ്റ്റേജസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതെന്ന് പറയുന്നത് ഒരു സ്കൂൾ പാർലമെൻറ്റിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു വിജ്ഞാപനമാണ്, നോട്ടിഫിക്കേഷനാണ്. അതായത് എപ്പോഴാണ് നോമിനേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ വെരിഫിക്കേഷൻ ഡേറ്റ്, വിത്ഡ്രോവൽ ഓഫ് നോമിനേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയുള്ള ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ബിറ്റ്സ് ഓഫ് ഇൻഫർമേഷൻ ആർ ഗിവൺ ഓൺ ദി നോട്ടീസ് ബോർഡ് റിലേറ്റഡ് ടു ദ സ്കൂൾ പാർലമെൻറ്റ് ഇലക്ഷൻ, ലിസ്റ്റ് ദം. സ്കൂൾ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എന്തൊക്കെ വിവരങ്ങളാണ് നോട്ടീസ് ബോർഡിൽ നൽകിയിരിക്കുന്നത്, പട്ടികപ്പെടുത്തുക. എന്തൊക്കെ വിവരങ്ങളാണ് കൊടുത്തിട്ടുള്ളത്? ഒന്നിവിടെ കൊടുത്തിട്ടുണ്ട്, ഇലക്ഷൻ്റെ നോട്ടിഫിക്കേഷൻ, അതുപോലെ തന്നെ സബ്മിഷൻ ഓഫ് നോമിനേഷൻ. നമ്മുടെ നോമിനേഷൻ എപ്പോഴാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്, സ്ക്രൂട്ടിനി ഓഫ് നോമിനേഷൻ, വിത്ഡ്രോവൽ ഓഫ് നോമിനേഷൻ, വോട്ടിംഗ്, കൗണ്ടിങ് ഓഫ് വോട്ട്സ് ആൻഡ് ഡിക്ലറേഷൻ ഓഫ് റിസൾട്ട്. അതായത് നാമനിർദ്ദേശ പത്രിക നമ്മൾ സൂക്ഷ്മ പരിശോധന നടത്തുക, നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള തീയതി, അതുപോലെ തന്നെ സ്ഥാനാർത്ഥികളുടെ അന്തിമ ലിസ്റ്റ് പ്രസിദ്ധീകരണം, വോട്ടെടുപ്പ്, വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും. ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു സ്കൂൾ പാർലമെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷനിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് ഈ പാഠത്തിൽ അടുത്തതായിട്ട് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് വേരിയസ് സ്റ്റേജസ് ഓഫ് ഇലക്ഷൻ, നമ്മുടെ തിരഞ്ഞെടുപ്പിൻ്റെ വിവിധ ഘട്ടങ്ങൾ. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അപ്പോയിൻമെൻറ്റ് ഓഫ് ഇലക്ഷൻ ഓഫീസേഴ്സ്, തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കലാണ്. സെക്കൻഡ് വൺ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ, തിരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം. ഇപ്പോൾ നമ്മൾ ഒരു എക്സാം നടക്കുകയാണെങ്കിലും, നമ്മുടെ ആനുവൽ എക്സാം ആയിരിക്കോട്ടെ, അങ്ങനെ വിവിധ എക്സാമുകൾ നടക്കുകയാണെങ്കിലും ഇങ്ങനെയാണ്, ഇന്ന സമയത്താണ് നടക്കുക, ഇങ്ങനെ ആയിരിക്കും അതിൻ്റെ ഓരോ കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു നോട്ടിഫിക്കേഷൻ പുറത്ത് വിടാറുണ്ട്. തേർഡ് വൺ സബ്മിഷൻ ഓഫ് നോമിനേഷൻ, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. ഇനി ഫോർത്ത് വൺ സ്ക്രൂട്ടിനി ഓഫ് നോമിനേഷൻ, അതായത് നമ്മുടെ സമർപ്പിച്ച പത്രിക ഉണ്ടല്ലോ അത് സൂക്ഷ്മമായി പരിശോധിക്കുക. വിത്ഡ്രോവൽ ഓഫ് നോമിനേഷൻ, നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ. നെക്സ്റ്റ് വൺ ഇലക്ഷൻ ക്യാമ്പയിൻ, തിരഞ്ഞെടുപ്പ് പ്രചാരണം.
പിന്നെ വരുന്നത് പോളിംഗ് ആണ്, വോട്ടെടുപ്പ്. അവസാനം വരുന്നത് കൗണ്ടിങ് ഓഫ് വോട്ട്സ് ആൻഡ് ഡിക്ലറേഷൻ ഓഫ് റിസൾട്ട്, വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും. ഈ ഒരു കാര്യം നിങ്ങൾ തീർച്ചയായും പഠിച്ചിരിക്കുക. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞു അല്ലേ, ഡെമോക്രസി പറഞ്ഞു, 2 തരത്തിൽ ഡെമോക്രസി ഉണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇലക്ഷൻ്റെ ഈ വാരിയസ് സ്റ്റേജസ് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഡെമോക്രസീൻ്റെ ഫീച്ചേഴ്സ് പറഞ്ഞു അല്ലേ, സവിശേഷതകൾ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അടുത്തത്, വൈ ഡു വി കണ്ടക്ട് ഇലക്ഷൻസ്? നമ്മൾ എന്തിനാണ് തിരഞ്ഞെടുപ്പുകൾ വെക്കുന്നത്? എന്തിനാണ്? ഓക്കെ, തിരഞ്ഞെടുപ്പിനും എന്തുണ്ട്? ചില ഫങ്ഷൻസ് ഉണ്ട്, ചില ധർമ്മങ്ങളുണ്ട്. തിരഞ്ഞെടുപ്പ് കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഗവൺമെൻറ്റ്സ് ആർ ഫോമഡ് അല്ല, തിരഞ്ഞെടുപ്പ് നടക്കുമ്പോഴാണ് ഗവൺമെൻറ്റുകൾ രൂപീകരിക്കപ്പെടുന്നത്. ഓൾ ആർ റെപ്രസെൻറ്റഡ്, എല്ലാവർക്കും പ്രാതിനിധ്യം നൽകുന്നു. റൂളേഴ്സ് ആർ മോൾഡഡ്, ഭരണകർത്താക്കളെ വളർത്തിയെടുക്കുന്നു. സ്ട്രെങ്തൻ ദ ഡെമോക്രസി, ജനാധിപത്യം കുറച്ചുകൂടി ശക്തിപ്പെടുത്തുന്നു. എഡ്യൂക്കേറ്റ്സ് ദ വോട്ടർമാരെ ബോധവൽക്കരിക്കുന്നു അല്ലേ. നമ്മൾ ഈ ഇലക്ഷൻ നടത്തുന്നതിലൂടെ നമുക്കറിയാം, കുറച്ച് കാലം ഒരാൾ ഭരിക്കെങ്കിലും പിന്നീട് ഇലക്ഷൻ നടക്കുന്ന സമയത്ത് മറ്റൊരാളാണ് നമ്മുടെ പ്രദേശത്തെ ഭരിക്കുന്നത് അല്ലേ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? നല്ല നല്ല ഭരണകർത്താക്കളെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും, നല്ല നല്ല റൂളേഴ്സിനെ വളർത്തിയെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ജനാധിപത്യം കുറച്ചും കൂടി ശക്തിപ്പെടും. അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ ഇലക്ഷൻ്റെ ഫങ്ഷൻസ്. ഒന്നും കൂടി പറയാം: എഡ്യൂക്കേറ്റ്സ് ദ വോട്ടേഴ്സ്, സ്ട്രെങ്തൻ ഡെമോക്രസി, റൂളേഴ്സ് ആർ മോൾഡഡ്, ഓൾ ആർ റെപ്രസെൻറ്റഡ്, ഗവൺമെൻറ്റ്സ് ആർ ഫോമഡ്. ഓക്കെ, നമ്മുടെ ഇലക്ഷൻ്റെ ഫങ്ഷൻസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി നമുക്ക് ഇതൊക്കെ നിങ്ങൾ വായിച്ച് നോക്കുക. ഇതൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് അല്ലാത്തത് കൊണ്ടാണ് ഞാൻ അധികം പറയാത്തത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടുമുള്ളത്. സോ നമുക്ക് ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൂടെ ഒന്നും കൂടി കടന്നു പോകാം. ഓക്കെ, ഇവിടേക്ക് നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്താണ് ഡെമോക്രസി എന്നുള്ളത്. ദ സിസ്റ്റം ഇൻ വിച്ച് ദ പീപ്പിൾ ദംസെൽഫ് ഓർ ദിയർ ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ് മേക്ക് ഡെസിഷൻ ഓൺ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ് ഇസ് കോൾഡ് ഡെമോക്രസി. ഇത് നിങ്ങൾ തീർച്ചയായും പഠിച്ചു വെക്കുക, എന്താണ് ഡെമോക്രസി എന്നുള്ളത്. ശേഷം നിങ്ങൾ എന്താണ് പഠിക്കുന്നുണ്ടത്? 2 തരത്തിൽ നമ്മൾ പറഞ്ഞു ഡെമോക്രസി ഉണ്ട്. ഏതൊക്കെയാണ്? ഇൻഡയറക്റ്റ് ഡെമോക്രസിയും അതുപോലെ തന്നെ ഡയറക്റ്റ് ഡെമോക്രസിയും. അതെന്താണെന്ന് മനസ്സിലാക്കുക. ശേഷം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെമോക്രസീൻ്റെ ക്യാരക്ടറൈസ്റ്റിക്, ഡെമോക്രസീൻ്റെ സവിശേഷതകളാണ്. ഇത് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. പിന്നെ ഇലക്ഷനെ കുറിച്ചാണ് നമുക്ക് പഠിക്കേണ്ടത്. ഇലക്ഷനിൽ നിങ്ങൾ ഫസ്റ്റ് പഠിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ഷൻ്റെ വേരിയസ് സ്റ്റേജസ് ആണ്. ഇത് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. ശേഷം എന്താണ് ഇലക്ഷൻ്റെ ഫങ്ഷൻ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇമ്പോർട്ടൻ്റ് എക്സാമിന് ചോദിക്കും. ഇനി നിങ്ങൾ ഇതൊക്കെയാണ് ഈ പാഠത്തിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. എന്താണ് ഇലക്ഷൻ എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി. ഇലക്ഷൻ ഇസ് ദ പ്രോസസ് ത്രൂ വിച്ച് റൂളേഴ്സ് ആർ ഇലക്റ്റഡ് ഇൻ എ ഡെമോക്രാറ്റിക് സിസ്റ്റം. ഒരു ജനാധിപത്യ വ്യവസ്ഥയിലേക്ക് നമ്മൾ റൂളേഴ്സിനെ, അതായത് ഭരണകർത്താക്കളെ സെലക്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഇലക്ഷൻ എന്ന് പറയാം. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായും പഠിക്കാനുള്ളത് ഈ പാഠത്തിൽ. ഈ പാഠത്തിലെ മെയിൻ പോയിൻറ്റ്സ് മാത്രം അടങ്ങുന്ന ഒരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും. ഇപ്പോൾ നമ്മൾ ഈ പാഠത്തിൽ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വളരെ സമ്മറൈസ് ചെയ്തിട്ട് ഈ പാഠത്തിൽ എന്താ പറയുക, മെയിൻ പോയിൻറ്റ്സ് മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്യും. അതാകുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാനും കുറച്ചും കൂടി എളുപ്പമായിരിക്കില്ലേ. ഇതാകുമ്പോൾ നിങ്ങൾ ഫുള്ളും കാണണ്ടേ. അപ്പം നമ്മൾ വളരെ സമ്മറൈസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബട്ടൺ ഓൺ ആക്കി വെക്കാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്